എറണാകുളത്തെ ഒരു അഡ്രസ്സ് തന്നിട്ട് അവിടെ ഇങ്ങനൊരു സംവിധായകനുണ്ട്, അയാളെ കാണും, അയാൾ ജോലി വാങ്ങി തരും എന്ന് പറയുകയും ഞാൻ ചെന്ന് കാണുകയും ചെയ്തപ്പോൾ എന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും അത് ചിത്രീകരിക്കുകയും ചെയ്തു സാർ. വർഷങ്ങൾക്ക് ശേഷം ഞാൻ പേടിച്ച് തിരിച്ച് തലശ്ശേരിയിലേക്ക് പോയെങ്കിലും വർഷങ്ങൾക്ക് ശേഷം ഞാൻ ടി വിയിൽ കാണുമ്പോൾ ദിലീപിനെതിരെ ഇരുന്ന് ചർച്ച ചെയ്യുന്ന ആ മീശയില്ലാത്തവനല്ലേ ദ്രോഹി, എൻ്റെ ചാരിത്രം കവർന്നെടുത്ത ദ്രോഹിയല്ലേ ഇരിക്കുന്നതെന്ന് കണ്ടുകൊണ്ടാണ് സാർ ഞാനിപ്പോൾ കേസിന് വന്നത്. വർഷങ്ങൾ കഴിഞ്ഞു എന്ന് പറഞ്ഞ് പോലീസുകാർ എന്നെ കള്ളിയാക്കുന്നു. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. എന്നെ 100% അയാൾ ബലാത്സംഗം ചെയ്തതാണ്. എന്നെ നുണ പരിശോധനയ്ക്ക് അങ്ങ് ഹാജരാക്കും. എനിക്കൊരു പേടിയുമില്ല സാർ. ജഡ്ജി ആകെ അന്തം വിട്ടു. ഇന്നലെ പോലീസുകാരെടുത്തിരിക്കുന്നത് ഈ കുട്ടി മുങ്ങി നടക്കുന്നു, ദിലീപിൻ്റെ ലക്ഷങ്ങൾ വാങ്ങിയിട്ടാണ് കള്ളപ്പരാതി കൊടുത്തതെന്നാണ്. ആ പരാതി കൊടുത്തു എന്ന് പറഞ്ഞാൽ പെൺകുട്ടി എന്ന് പറയുകയാണ് ഞാൻ മുങ്ങിയതല്ല, എന്നെ പോലീസുകാർ നിരന്തരമായി പീഡിപ്പിക്കുന്നതുകൊണ്ട്, ഫോണിലൂടെ എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നതുകൊണ്ട് ഞാൻ മാറി നടക്കുന്നതാണ് എന്ന് ആ കുട്ടി പറയുന്നു. ഇതിലേത് കേൾക്കും കോടതി അപ്പം തന്നെ ഉത്തരവിട്ടു. മറ്റേ ഇന്നലത്തെ കൊടുത്ത റിപ്പോർട്ടിനെടുത്ത് ദൂരെ എറിഞ്ഞു. ഈ കേസ് അടുത്ത മാസം 26-ാം തീയതി നമ്മൾ കേൾക്കും. കേൾക്കുമ്പോൾ ഇതിൽ പറയുന്ന ജസ്റ്റിനും ദിനേശും അടക്കമുള്ളവരെ മൊഴിയെടുക്കണം കോടതി. സന്തോഷമായിട്ട് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ പറഞ്ഞു വിട്ടു. അവൾ പുറത്തിറങ്ങിയിട്ട് ക്യാമറകളുടെ മുന്നിൽ പറഞ്ഞു, ഞാനങ്ങ് ഒളിച്ചു പോയിട്ടില്ല, ഞാൻ ഏതറ്റം വരെയും പോകും, സുപ്രീം കോടതി വരെയും പോകും ഈ കേസിന് വേണ്ടി. എൻ്റെ ചാരിത്രം കവർന്നെടുത്തവനാണ് സദാചാര ചർച്ചകളിൽ വന്നിരുന്ന് വാചകം അടിക്കുന്നത്, ഞാൻ പോവും എന്ന് പറഞ്ഞ് ആ കുട്ടി അസന്നിഗ്ധമായി പറഞ്ഞിട്ട് പോയി. ആ പെൺകുട്ടി ഏതോ വീട്ടിൽ ജോലിക്ക് ഇരിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും അതിശയം തോന്നുന്നത്, എന്നെ ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ കേസെടുക്കണമെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ആരെങ്കിലും കാണുകയോ, ഇപ്പോൾ ദിലീപിനെ പോയി കണ്ടു, നമുക്ക് ഇങ്ങനെ ഒരു കേസ് ഒപ്പിക്കാം എന്ന് ഞാൻ പറയുന്നതിൻ്റെ തെളിവ് വേണം. ഇല്ലെങ്കിൽ ദിലീപ് ഞാനുമായി സംസാരിക്കുന്ന ഫോണിൻ്റെ തെളിവ് വേണം, ഇല്ലേ? വ്യാസൻ ഇടവന്നക്കാടിനെ ഞാൻ ഒരു പ്രാവശ്യമെങ്കിലും വിളിച്ചിരിക്കണം, അല്ലെങ്കിൽ അയാൾ എന്നെ വിളിച്ചിരിക്കണം, ഇല്ലേ? അല്ലെങ്കിൽ ഞങ്ങൾ ആലുവയിലോ എറണാകുളത്തോ എവിടെയെങ്കിലും വെച്ച് ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ജീവിതത്തിൽ അയാളെ കണ്ടിരിക്കണം, ഇല്ലേ? ഈ പെൺകുട്ടിയെ ഞാനൊന്ന് വിളിക്കുകയോ ആ പെൺകുട്ടി എന്നെ വിളിക്കുകയോ, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ പറഞ്ഞ പീഡിപ്പിച്ച വീടിൻ്റെ മുന്നിൽ വെച്ചോ, അല്ലെങ്കിൽ ആലുവയിൽ വെച്ചോ, എറണാകുളത്ത് വെച്ചോ, തലശ്ശേരിയിൽ വെച്ചോ, തിരുവനന്തപുരത്ത് വെച്ചോ എവിടെയെങ്കിലും വെച്ച് ആ കുട്ടിയെ ജീവിതത്തിൽ ഞാൻ കണ്ടിരിക്കണം, ഇല്ലേ? ഇതൊന്നുമില്ലാത്ത ആകെ ഉള്ള ഇവർക്ക് പറയാവുന്നത് ഭാരത് ലൈവുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. എൻ്റെ വർക്ക് അവിടെയല്ലേ നടക്കണേ. ഞാനിപ്പോൾ നിങ്ങളുടെ ക്യാമറയുടെ മുന്നിലിരിക്കുന്നത് ഭാരത് ലൈവിൻ്റെ സ്റ്റുഡിയോയിലല്ലേ. അപ്പോൾ ഇതൊന്നുമില്ലാതെ ദിനേശ് അടക്കമുള്ളവർ ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. വരുന്നിടത്ത് വെച്ച് കാണാം, നമുക്ക് നോക്കാം ഇതെവിടം വരെ പോകും നോക്കാം. എലിയും പൂച്ചയും കളിക്കുന്നത് പോലെ, ആമയും മുയലും ഓടുന്നത് പോലെ പോലീസിൻ്റെ കള്ളക്കേസുകളും എന്നെപ്പോലെ ജീവിതത്തിൽ സത്യസന്ധത വേണം, ഒരു പ്രിൻസിപ്പൽ വേണം എന്ന് വിചാരിക്കുന്ന എന്നെപ്പോലുള്ളവരും ആയിട്ടുള്ള ഈ മത്സരം എവിടെ എത്തുമെന്ന് നമുക്ക് നോക്കാം. എൻ്റെ വിശ്വാസം ഇപ്പോഴും സത്യസന്ധത വിജയിക്കുമെന്നാണ്. ഒരിക്കലും തൽക്കാല വിജയങ്ങളൊക്കെ അധമന്മാർക്കുണ്ടാവുമെങ്കിലും സത്യത്തിനെ വിജയമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ ജീവിതത്തിൽ ഒരു പ്രിൻസിപ്പിളിൽ ജീവിക്കുന്ന ആളാണ്. എനിക്ക് കള്ളക്കേസുണ്ടാക്കാനും കള്ളപീഡന പരാതി ഉണ്ടാക്കാനും ആരെങ്കിലും പേരിൽ കള്ളപ്പരാതി ചാർത്തി കൊടുക്കാനൊന്നും നടക്കുന്ന ഒരാളല്ല ഞാൻ. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഇതുവരെ ജീവിച്ചത് അങ്ങനെയാണ്, ഇനിയും അങ്ങനെ ജീവിക്കും. ഞാൻ ശരിക്കും പറയാൻ വന്നത് ഈ വിഷയമല്ല. ഞാൻ പറയാൻ വന്നത് ഈ കഴിഞ്ഞ 1-ാം തീയതി എൻ്റെ മനസ്സിന് സന്തോഷം തോന്നിയ ഒരു സിനിമയുടെ സ്വിച്ച് ഓൺ കണ്ടു. കൊട്ടാരക്കര വിഘ്നേശ്വരൻ്റെ മുന്നിൽ, ഗണപതി ഭഗവാന്റെ മുന്നിൽ തൻ്റെ വിഘ്നങ്ങളെല്ലാം തീർക്കണേ എന്ന് വിചാരിച്ച് ദിലീപാണോ അവിടെ വച്ചത് അതോ അതിൻ്റെ സംവിധായകനെ അരുൺ ഗോപിയാണോ വച്ചതെന്ന് എനിക്കറിയില്ല. എന്തായാലും ആഘോഷപൂർവ്വം രാമലീലയ്ക്ക് ശേഷം അരുൺ ഗോപി സംവിധാനം ചെയ്യുന്ന, ദിലീപ് അഭിനയിക്കുന്ന, ഉദയകൃഷ്ണൻ തിരക്കഥ എഴുതുന്ന സിനിമയുടെ സ്വിച്ച് ഓൺ ആയിരുന്നു രാവിലെ ഏർലി മോർണിംഗിൽ. അതിൽ പങ്കെടുക്കാനായി വോയിസ് ഓഫ് സത്യനാഥൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ബോംബെയിൽ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് ഈ പൂജയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമായി ദിലീപ് വരികയും, അത് ദിലീപ് തിരുവനന്തപുരത്ത് ഇറങ്ങി ഇവിടെ ഏതെങ്കിലും ഹോട്ടലിൽ താമസിച്ചിട്ട് രാവിലെ കൊട്ടാരക്കര ചെന്നോ അതോ എറണാകുളത്ത് ഇറങ്ങിയിട്ട് എറണാകുളത്ത് നിന്ന് കാറുമാർഗം വെളുപ്പിന് തമന്നയുമായി കൊട്ടാരക്കര വന്നോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ദക്ഷിണേന്ത്യയിലെ സൂപ്പർ താരമായ നല്ല രസമുള്ള കുട്ടിയല്ലേ തമന്ന. എനിക്ക് പടത്തിൻ്റെ പേര് പെട്ടെന്ന് പറയാൻ അറിയില്ല. കാർത്തിയുടെ കൂടെ ഒരു പടത്തിൽ ഞാൻ കണ്ടു. എന്ത് രസമായിട്ട് ആ കുട്ടി ചെയ്തിരിക്കുന്നത്. കുറേ മുമ്പാണ്. നല്ല രസമുള്ള കുട്ടിയാണ്. അപ്പോൾ തമന്ന ആദ്യമായി മലയാളത്തിൽ അഭിനയിക്കുന്ന സിനിമയാണ്.
നല്ല തീരുമാനമാണ് ദിലീപ് എടുത്തതെന്ന് ഞാൻ പറയും. കാരണം അതിൽ സുരേഷ് ഗോപി ഉണ്ടെന്ന് പറയുന്നു. ആ പടത്തിൽ വലിയ പടമായിരിക്കുമല്ലോ. അപ്പോൾ ആഘോഷപൂർവ്വം അതിൻ്റെ സ്വിച്ച് ഓൺ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ അന്തിച്ചർച്ചയിൽ വന്നിരുന്ന് അധമനാണ് ദിലീപ്, പെണ്ണുപിടിയനാണ് ദിലീപ് എന്ന് പറയുന്നവന്മാരെ ചെകിട്ടത്തടിക്കുന്ന പോലെയായിരുന്നു കൊട്ടാരക്കര ഗണപതിയുടെ മുന്നിൽ തടിച്ചുകൂടിയ പുരുഷാരവം എന്ന് പറയണ്ട, ആളുകളുടെ ജനസഞ്ചയം, ആണും പെണ്ണും കുട്ടികളും ഒക്കെ ആയിട്ട് ഓരോ പെൺകുട്ടികളും പോയി നിന്ന് അയാളുടെ കൂടെ സെൽഫി എടുക്കുന്ന കണ്ടപ്പോൾ ഒരു പീഡന വീരൻ്റെ മുന്നിൽ ഏതെങ്കിലും പെൺകുട്ടികൾ, മാന്യമായ പെൺകുട്ടികൾ പോയി നിൽക്കുമോ? ദിലീപിനെ പീഡിപ്പിച്ചവനല്ല, അയാൾക്ക് സത്യസന്ധതയായ ഒരു ജീവിതമുണ്ട്, അയാളോടുള്ള ശത്രുത കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു കള്ളക്കേസിലാണ് അയാളെ പീഡന വീരനാക്കിയിരിക്കുന്നതെന്ന് ബോധ്യമാക്കുന്ന തരത്തിൽ ഒരുപാട് പെൺകുട്ടികൾ അയാളുടെ കൂടെ നിന്ന് സെൽഫി എടുക്കുന്ന കണ്ടപ്പോൾ, പൂജാരിക്ക് പൂജ ചെയ്യാനുള്ള ഇടം പോലും കൊടുക്കാതെ 100 കണക്കിന് ഫോണും ക്യാമറയും വെച്ച് ചിത്രീകരിക്കുന്ന കണ്ടപ്പോൾ, ആൾക്കാരുടെ ആരവം കണ്ടപ്പോൾ, ദിലീപിൻ്റെ ആത്മവിശ്വാസം കണ്ടപ്പോൾ, തമന്നയുടെ നിഷ്കളങ്കമായ ചിരി കണ്ടപ്പോൾ ഒരു വലിയ വിജയമാകും ഈ അരുൺ ഗോപി ചെയ്യുന്ന ചിത്രമെന്ന് എനിക്ക് തോന്നി. എന്നെ പൂജയ്ക്കൊന്നും ഫോണിൽ പോലും അരുൺ ഗോപി എന്നെ ഇടയ്ക്ക് വിളിക്കുന്ന ആളാണ്, പക്ഷേ പൂജയാണെന്ന് പോലും ഒരു വാക്ക് പറഞ്ഞില്ല. അതിലൊന്നും എനിക്ക് യാതൊരു പരാതിയുമില്ല. കാരണം വിളിച്ചാലും കൊട്ടാരക്കര വരെയെന്ന് വെളുപ്പാങ്കാലത്ത് ഞാൻ ചെല്ലില്ല. എന്തായാലും വോയിസ് ഓഫ് സത്യനാഥൻ ചെയ്യാനായിട്ട് ഈ പൂജ കഴിഞ്ഞുടൻ തന്നെ അയാൾ തിരിച്ച് ബോംബെക്ക് പോയി. തമന്നയും പോയി കാണും ബോംബെക്ക്. മലയാളത്തിലെ ഒരു നായികയും കൂടെ കൂട്ടാതെ തമന്നയെ കൊണ്ടുവന്നത് നന്നായി. കാരണം തലവേദന കുറവായിരിക്കും. ഇത്തിരി പൈസ കൂടുതൽ കൊടുത്താലും ദിലീപിന് തലവേദന കുറവായിരിക്കും. റാഫിയാണ് വോയിസ് ഓഫ് സത്യനാഥൻ ചെയ്യുന്നത്. എന്തായാലും സുരേഷ് ഗോപി അടക്കമുണ്ടെങ്കിൽ ഉദയകൃഷ്ണയുടെ എഴുതുന്നതെല്ലാം സൂപ്പർ ഹിറ്റാക്കുന്ന ഉദയകൃഷ്ണയാണല്ലോ സ്ക്രിപ്റ്റ്. നന്നാവാൻ വലിയ സാധ്യതയുള്ള സിനിമയാണ്. വരട്ടെ. ഞാനിങ്ങനെ ആലോചിച്ചു ദിലീപിൻ്റെ ലൈഫിനെക്കുറിച്ച്. കമ്മാര സംഭവം എന്ന് പറഞ്ഞ പടം 2018 ഏപ്രിൽ 14 റിലീസ് ചെയ്തത്, വിഷുവിന്. അതിനു മുമ്പ് എന്താ പറയുക, ഗോകുലം ഗോപാലനാണല്ലോ ആ സിനിമ നിർമ്മിച്ചത്. മുരളി ഗോപിയുടെ ആയിരുന്നു തിരക്കഥ. 2016 ആഗസ്റ്റ് 18 അത് തുടക്കം കുറിച്ചത്. 2018 തുടക്കം കുറിച്ച സിനിമ ഷൂട്ട് നടക്കുന്നുണ്ടെങ്കിലാണല്ലോ ദിലീപിൻ്റെ അറസ്റ്റ്. അങ്ങനെ ആ പടം മുടങ്ങിപ്പോയി എന്ന് തന്നെ വിചാരിച്ചു. അതിൻ്റെ സംവിധായകൻ എന്നെ വിളിച്ചിരുന്നു. ചേട്ടാ, പലരും പറയുന്നു ഗോകുലം ഗോപാലൻ ഇനി അതിൻ്റെ ബാക്കി ചെയ്യില്ല, ദിലീപേട്ടൻ ജയിലിൽ കിടക്കയില്ലേ, എന്താ വേണ്ടതെന്ന് എനിക്കൊരു പിടിയുമില്ല. ഞാൻ പറഞ്ഞ എനിക്ക് ദിലീപിനെ പരിചയമില്ല, എന്നാലും രതീഷ് ധൈര്യമായിട്ടിരിക്കും, ഉറപ്പായിട്ടും കമ്മാര സംഭവം ഗോകുലം തീർക്കും, അതൊരു നോട്ടബിളായ സിനിമയാവും, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുമെന്ന് ഞാൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു. അപ്പോൾ 2017 അറസ്റ്റ്, 2016 ഷൂട്ടിംഗ് തുടങ്ങിയ പടം 2017 അറസ്റ്റ് ചെയ്യുന്നു. പിന്നെ അയാൾ 88 ദിവസം ജയിലിൽ കിടക്കുന്നു. അതിൽ നിന്നൊക്കെ ഇറങ്ങി 2017 ഒക്ടോബറിൽ വീണ്ടും ഷൂട്ടിംഗ് റീസ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ തുടങ്ങിയ സിനിമ ആണ് 2018 റിലീസ് ചെയ്തത്. അയാളുടെ കരിയർ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒരു ചെറുപ്പക്കാരൻ ഒരു സിനിമാ നായകനായി സൂപ്പർ സ്റ്റാർ ആകാവുന്ന എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ദിലീപിൻ്റെ ഒന്നുമില്ല എന്ന് പറയും. കാരണം നല്ല ആകാര സൗഷ്ഠവമുള്ള ഹൈറ്റുള്ള ഒരു ചെറുപ്പക്കാരനല്ല. എന്താ പറയുക, സൗന്ദര്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇപ്പം നമുക്ക് കാണുമ്പോൾ ആൾ സുന്ദരനാണെന്ന് തോന്നും. പക്ഷേ സുന്ദരോ എന്ന് ഏതാ പടത്തിൽ ഹരിഷ് യശോവും വിളിക്കുന്ന പോലെ അയാളൊരു സിനിമയ്ക്ക് വേണ്ടുന്ന എല്ലാ ചേരുവകളും ചേർന്നൊരു നടനായിരുന്നു, ഒരു ചെറുപ്പക്കാരനായിരുന്നു എന്ന് ഞാൻ പറയില്ല. പക്ഷേ അയാളുടെ നിരന്തരമായ എന്താ പറയുക പരിശ്രമവും ഭാഗ്യവും അയാൾക്ക് കിട്ടിയ അവസരങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തതും എല്ലാം കൂടിയാണ് ദിലീപ് എന്ന് പറഞ്ഞൊരു താരം ഉണ്ടായത്. ഇപ്പോൾ CID മൂസ എത്ര പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. എൻ്റെ വലിയ മോൻ, അവൻ 10-27 വയസ്സായെങ്കിലും ഇപ്പോഴും CID മൂസ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഒരു 100 പ്രാവശ്യമെങ്കിലും കണ്ടു കാണും. അവൻ കാണുമ്പോഴൊക്കെ ഞാനും പോയിരുന്നു കൂടെ ഇരുന്ന് കാണും. ഇപ്പോഴും നമ്മളെ മടുപ്പിക്കാത്തൊരു സിനിമയാണ്. ഈ അടുത്ത കാലത്ത് അടൂർ ഗോപാലകൃഷ്ണ സാർ പറഞ്ഞു എനിക്ക് ആ CID മൂസ ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹവും CID മൂസ ചാനലിൽ വരുമ്പോൾ കാണാറുണ്ടെന്ന് പറയും. അതുപോലെ പഞ്ചാബി ഹൗസ്, സംസാരിക്കാൻ ശേഷിയുള്ള ഒരാൾ ഊമയായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതെന്ത് രസമായിട്ടാണ് അല്ലേ ദിലീപ് ചെയ്തിരിക്കുന്നത്. മീശ മാധവനെ പറ്റി ഞാൻ പറയണ്ട. കല്യാണരാമൻ എനിക്കിഷ്ടപ്പെട്ടൊരു നല്ല സിനിമയാണ്. തെങ്കാശിപ്പട്ടണം, ശത്രുഘ്നൻ്റെ ഇഖന മറന്നുപോയി എന്ന് പറഞ്ഞ വേഷം, പിന്നെ രാമലീല, സല്ലാപം, പറക്കും തളിക, ചാന്തുപൊട്ട്, പിന്നെ ബെന്നി എഴുതിയ കുഞ്ഞിക്കൂനൻ, 2020, ഇഷ്ടം, 2 കൺട്രീസ്, ലയൺ, റൺവേ, ഈ പുഴയും കിടന്ന്, മേരിക്കുണ്ടൊരു കുഞ്ഞാട്, പാണ്ടിപ്പട, കൊച്ചി രാജാവ് തുടങ്ങി
സൂപ്പർ ഹിറ്റായ ഒരുപാട് സിനിമകളുണ്ട്. ഈ സിനിമകളുടെ പലതിൻ്റെയും രണ്ടാം ഭാഗം എടുക്കാമെന്ന് ഞാനിതാ ഇപ്പോൾ ദിലീപിനോട് പറയുന്നു. ദിലീപേ, തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെയൊക്കെ രണ്ടാം ഭാഗം എടുക്കണമെന്ന് ഞാൻ പറയും. ഒരുപാട് സിനിമകളുടെ രണ്ടാം ഭാഗം എടുക്കാവുന്നുണ്ട്. അതിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് പറയാവൂ. ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.